വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും സമരക്കാരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ബി.ജെ.പി. എംപിയും നടിയുമായ കങ്കണ റണാവത്തിന്റെ പരാമർശങ്ങൾ ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തിന്റെ ഭാവിയെപ്പോലും വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ പോകുന്നതാണ്. സമരത്തിൽ പങ്കെടുത്ത യുവാക്കളെ ജനറേഷൻ ഘട്ടർ എന്നും വിരൂപരെന്നും അഴിമതിക്കാരെന്നുമാണ് കങ്കണ വിശേഷിപ്പിച്ചത്. പ്രക്ഷോഭകർ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും പങ്കുവച്ച റീലുകൾ കണ്ടാൽ ഛർദ്ദിക്കാൻ തോന്നുമെന്ന കങ്കണയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകും എത്രത്തോളം വെറുപ്പും പേറിയാണ് പുതുതലമുറയെ ഇക്കൂട്ടർ സമീപിക്കുന്നത് എന്ന്. സമരത്തിൽ പങ്കെടുത്തവർ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളെയും അവരുടെ മൂല്യങ്ങളെയും ചോദ്യം ചെയ്ത കങ്കണ സ്വയം പാറ്റകളെന്ന് വിശേഷിപ്പിച്ച് പെരുമാറുന്ന സമരക്കാർ ലോകത്തിനു മുന്നിലേക്ക് അഴുക്കും ചവറും വൃത്തികേടുകളും വലിച്ചെറിയുകയാണെന്നും ആരോപിച്ചു. കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ് രാജ്യമെമ്പാടുമുള്ള യുവാക്കളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭരണ സംവിധാനത്തിന്റെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ പെൺകുട്ടികളെക്കുറിച്ച് കങ്കണ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സ്വന്തം കരിയർ കെട്ടിപ്പടുത്ത് ജീവിക്കുന്ന സ്വതന്ത്രരായ സ്ത്രീകളെ വികലമായി അനുകരിക്കാൻ ശ്രമിക്കുന്ന യുവ ഹിന്ദു സ്ത്രീകളുടെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ല. ഇവിടെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു പുതിയ തലമുറ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ അവരെ ജനറേഷൻ ഘട്ടർ എന്ന് വിളിക്കുന്നു. പഠനത്തിൽ മികവ് പുലർത്താത്ത ഇവർ വീട്ടമ്മമാരാകാൻ പോലും യോഗ്യതയില്ലാത്ത വിധം വൃത്തികെട്ടവരും ദുഷിച്ചവരുമാണ്. മയക്കുമരുന്നുകൾ, മദ്യം, ലൈംഗിക താല്പര്യങ്ങൾ എന്നിവയ്ക്കുള്ള തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇവർ അഭിമാനം പ്രകടിപ്പിക്കുന്നു. ലജ്ജയില്ലാതെ മാതാപിതാക്കളുടെ വരുമാനം കൊണ്ട് ജീവിക്കുകയും സ്വന്തമായി സമ്പാദിക്കാതെ സ്വതന്ത്ര ജീവിതം നയിക്കാൻ നിരന്തരം പോരാടുകയും ചെയ്യുന്ന വൃത്തികെട്ടവരാണിവർ, വികൃതമായ അഴുക്കുചാൽ ജീവികൾ. അടുത്തത് റീലുകളിലും മറ്റും സജീവമായി നിൽക്കുന്ന ഇന്ത്യൻ യുവത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ആരാണ് ഇവരെ പ്രസവിച്ചു വളർത്തുന്നത്? സൗന്ദര്യവും സാംസ്കാരിക ബോധവും പക്വതയുമുള്ള മനുഷ്യരുള്ള ഇടമാണ് ഇന്ത്യ. അവർക്കിടയിലെ നിങ്ങൾ പാറ്റകൾ തന്നെയാണ്. അതിൽ യാതൊരു വൈരുദ്ധ്യമോ ചേർച്ചക്കേടോ ഇല്ല. ഈ റീലുകൾ കണ്ട് എൻ്റെ മനസ്സ് മടുത്തിരിക്കുന്നു. എനിക്കിനി കുറച്ച് ആശ്വാസം വേണം, ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് വേണം എന്ന്. കങ്കണ ഇത് പറഞ്ഞ് തിരിയും മുൻപേ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നത് കടുത്ത വിമർശനങ്ങളാണ്. കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ ആദ്യം രംഗത്തെത്തി. കങ്കണയ്ക്ക് രാഷ്ട്രീയത്തിൽ പക്വതയില്ലെന്നും അവരെ സ്വന്തം പാർട്ടി പോലും ഗൗരവമായി കാണാത്ത പക്ഷം നമ്മൾ എന്തിനു പരിഗണിക്കണമെന്നും CJP വക്താവ് സൗരവ് ദാസ് പരിഹസിച്ചു. കുറച്ചൊക്കെ അന്തസ് വേണ്ടേ എന്ന് പുച്ഛത്തോടെ ചോദിച്ചു. നിങ്ങളെക്കാൾ കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് ജെൻസിയാണ്. അവരത് തുടരുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ജെൻസി പ്രവർത്തിക്കും. നിങ്ങൾ ചെയ്യാത്ത ഒന്നും അതുതന്നെയാണ് എന്നും സൗരവ് വ്യക്തമാക്കി കൊടുത്തു. ഇത് കേട്ട കങ്കണ പ്രതികരിച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞു. പ്രായം കാണുന്നത് 28 വയസ്സാണ്. എങ്ങനെ ഇയാൾ വിദ്യാർത്ഥിയാവും എന്നറിയില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ 20 വർഷമായി ഞാനൊരു പബ്ലിക് ഫിഗറാണ്. നിന്റെ പ്രായത്തിൽ, അതായത് ഈ സൗരവ് ദാസിന്റെ പ്രായത്തിൽ എനിക്ക് 2 നാഷണൽ അവാർഡുണ്ട്. യൂസ്ലെസ് ആയ അൺഎംപ്ലോയിഡ് ആയ നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു വിദ്യാർത്ഥിയല്ല, യൂസ്ലെസ് ആണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാക്കിയെടുക്കും. ഇതതിന് പറ്റിയ സ്ഥലമാണ് എന്ന്. ഭരണത്തിലേറി ഇത്രയും കാലത്തിനിടയ്ക്ക് BJPക്ക് സംഭവിച്ച ഏറ്റവും നാണം കെട്ട തോൽവിയാണ് വിദ്യാർത്ഥി പ്രതിഷേധം കൊണ്ട് സാധ്യമായത്. യുവതലമുറയടക്കം വർഗീയവൽക്കരിക്കപ്പെടുമെന്ന് ഭയന്നിരുന്ന രാജ്യത്ത് കുട്ടികളിൽ നിന്ന് മറുത്തൊന്ന് സംഭവിക്കുന്നത് BJPക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അത്തരമൊരു പ്രൊട്ടസ്റ്റിന്റെ സ്പോക്ക് പേഴ്സണായി നിലകൊള്ളുക എന്ന് പറയുന്നത് തന്നെ സൗരവ് ദാസ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഒരു ജനപ്രിയ പുരസ്കാരം ലഭിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പിന്നെ നിലനിൽപ്പിനെ ഭയന്നുള്ള കങ്കണയെ പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കൊക്കെ എന്തു വിലയാണ് ഈ സമൂഹം കൊടുക്കുക?